ഹലോ ഗൈസ്, ഞാൻ ഇന്നൊരു ചെസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ E6 കളിച്ചു, അവൻ ഇങ്ങനെ കളിച്ചു. എൻ്റെ ഒരു ഗെയിമാണ്. ഞാൻ ഈ കളി ഞാൻ chess.com ഗസ്റ്റായിട്ടാണ് കളിച്ചത്. എനിക്ക് അല്ലാതെ വേറെ അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇത് ഗസ്റ്റായിട്ടാണ് കളിച്ചത്. അവൻ കളിക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ പിസിനെല്ലാം എടുത്ത് അവിടെ വെച്ച് ഞാൻ നൈറ്റ് F6 കളിച്ചു. അവൻ പോണ D3 കളിച്ചു. അങ്ങനെ കളി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവ ഒരു ബ്ലണ്ടർ കാണിച്ചു. ഇവ ആദ്യം നല്ല കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ കാർസൽ ചെയ്തു. ഞാനാണ് ആദ്യം കാർസൽ ചെയ്യുന്നത്. ആ ക്യൂവിനെ ഇവിടെ കൊണ്ടുവന്ന് എന്നെ മേറ്റാക്കാൻ നോക്കി. പക്ഷേ എൻ്റെ നൈറ്റ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് അത് മേറ്റല്ല. പക്ഷേ ഞാൻ കളിച്ചതെന്ന് വെച്ചാൽ വേറെ നൈറ്റിനെ മാറ്റിയില്ല. എനിക്കറിയാം അവൻ അത് കളിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ ബിഷപ്പിനെ എടുത്ത് D7 വെച്ചു. ഞാൻ എല്ലാം പീസസിനെ ടച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ കുതിരയും കൊണ്ട് കയറി അവൻ്റെ അവിടെ വന്ന് അവൻ ഇങ്ങനെ ചെക്കടിച്ച് ഞാൻ ഇങ്ങനെ കളിച്ച്. ഞാൻ ചെക്കടിച്ച് അവൻ കളിക്കാതിരുന്നു തോന്നുന്ന നേരം. ഞാൻ വിചാരിച്ചു അപ്പം ഇവർ ലെഫ്റ്റായി കാണും, അബാൻഡായി കാണുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് അവൻ വീണ്ടും കളിച്ച് ഡിസ്കോർഡ് അറ്റാക്ക് വന്നു കേസ് എനിക്ക് ആന വെച്ചിട്ട്. അപ്പോഴത്തേക്കും ഞാൻ കിങ്ങിനെ പഴയ സ്ഥലത്തോട്ട് തന്നെ മാറ്റി G8 മാറ്റി. അപ്പോഴത്തേക്കും ഞാൻ വീണ്ടും H8 മാറ്റി. അവൻ വീണ്ടും ബിഷപ്പിനെ G6 കളിച്ചു. ഞാൻ വീണ്ടും G8 കളിച്ചു. ഞാൻ ആദ്യം തന്നെ ട്രേഡ് ചെയ്ത് 2 പീസ് ട്രേഡ് ചെയ്ത് കളിച്ചു. എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വർക്ക് കിട്ടുന്നുണ്ടല്ലോ. അതെന്ന് വെച്ചാൽ അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു നൈറ്റും ബിഷപ്പുമാണ് നല്ലത് ഗൈസ്, റൂക്കിനെക്കാളും. അതുകൊണ്ട് ആ കളി അങ്ങനെ വെൻഡ് ഓഫ് ചെയ്തു. ഞാൻ അപ്പോഴത്തേക്ക് എൻ്റെ കുതിരയൊന്നും മാറ്റാൻ നിന്നില്ല. ഞാൻ അതിനോട് എൻ്റെ അടുത്ത കുതിരയും കൂടെ കൊണ്ടുവന്നു ഗൈസ്. അപ്പോൾ അവൻ നമ്മുടെ അടുത്ത് കളിച്ചു ഗൈസ്. അപ്പോഴത്തേക്കും ഞാനാണ് എൻ്റെ കുതിര വെച്ചൊരു ചെക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ അവൻ്റെ ആനയെ വെട്ടി ഗൈസ്. എൻ്റെ പ്ലാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജാവിനെ ഇവിടെ മൂവ് ചെയ്യുന്നതായിരുന്നു. എൻ്റെ ആനയുടെ സ്ഥലത്തോട്ട് മൂവ് ചെയ്യുന്നതായിരുന്നു ഞാൻ വിചാരിച്ച. പക്ഷെ അവൻ അത് കളിച്ചില്ല. അതിന് പകരം അവൻ വേറെ കളിച്ച. അത് കളിച്ച് കഴിഞ്ഞാൽ അത് ഫോർക്കാണ്. ആ കിങ്ങിനെ അവിടെ കളിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഈ കളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇവനെ ഫോർക്കടിക്കാൻ. ഞാനപ്പോഴത്തേക്കും ബിഷപ്പിനെ അവിടെ കൊണ്ടുവച്ച് ചെക്ക് കൊടുക്കുന്നതിന് മുന്നേ എൻ്റെ കുതിര അങ്ങ് മാറ്റി ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അപ്പം ആ ബിഷപ്പിനെ കൊണ്ട് ചെക്ക് അടിച്ച് കഴിഞ്ഞാൽ അവന് ഫോൺ വെച്ച് ബ്ലോക്ക് ചെയ്യാൻ എൻ്റെ 2 പീസും അറ്റാക്കിലാവും. വെള്ള ബിഷപ്പിനെ വെച്ച് ചെക്ക് കൊടുത്താൽ അത് കഴിഞ്ഞിട്ടുള്ള മൂവിൽ ഞാൻ അങ്ങനെ തന്നെ കളിച്ചത്. വെള്ള ബിഷപ്പിനെ എടുത്ത് ചെക്ക് കൊടുത്തു ഗൈസ്. എൻ്റെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ചെക്ക് കൊടുക്കുമ്പോൾ ഈ കുതിരയ്ക്ക് ചെക്ക് തരാൻ പറ്റുന്ന വല്ല സ്ഥലത്തുമാണ് ഇരിക്കുന്നതെങ്കിലേ എനിക്ക് അവനെ ഫോർക്ക് അവൻ്റെ മന്ത്രം എടുക്കാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ല, ഡിസ്കോർഡ് അറ്റാക്കിലൂടെ മന്ത്രം എടുക്കാൻ ഫോർക്കും ഉണ്ട്. അത് അവൻ എൻ്റെ പോണെല്ലാം വിട്ട് അവനായിരുന്നു ഒരു അഡ്വാൻറ്റേജ്, ഒരു 1 പോൺ അഡ്വാൻറ്റേജ് അവനായിരുന്നു. ഞാൻ അപ്പോഴത്തേക്കും പോണ പുഷ് ചെയ്ത് അവൻ്റെ തേരിന് അറ്റാക്ക് കൊടുത്തു ഗൈസ്. അവൻ തോന്ന നേരം എടുത്ത് കളിക്കാതെയൊക്കെ ഇരുന്ന് അങ്ങനെ അവൻ അത് കളിച്ചപ്പോഴത്തേക്ക് റൂക്കിനെ കളിച്ചപ്പോഴത്തേക്ക് ഞാനാണ് ക്വീനെ D7 കളിച്ച്. അവൻ റൂക്കിനെ കണ്ട് ഡബിൾ ആക്കി ഗൈസ്. ഞാൻ പേടിച്ചില്ല. ഞാൻ അതിന് വരെ ഇവിടെ ആ H2 ഇരിക്കുന്ന പോണ ഞാൻ എടുത്തു ഗൈസ്. അവൻ എൻ്റെ ക്യൂവിൻ്റെ അടുത്തിരിക്കുന്ന ഫോൺ എടുക്കാൻ പറ്റത്തില്ല. എൻ്റെ ബിഷപ്പ് അവിടെ ഉള്ളതുകൊണ്ട്. ഞാൻ അപ്പോഴത്തേക്കും കളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കളിച്ചതെന്ന് വെച്ചാൽ ക്യൂവിനെ കളിക്കാൻ നോക്കി ഗൈസ്. അവൻ
പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ആ ടൈം മോഡ് മാത്രം വെച്ച് കണ്ടാവും. ക്യൂൻ എച്ചിൽ കളിച്ചു. ഞാൻ എൻ്റെ ബിഷപ്പിനെ റിട്രീവ് ചെയ്തു ഗൈസ്. അവൻ പോണ പുഷ് ചെയ്തു. ഞാൻ അപ്പോഴത്തേക്കും നൈറ്റിന് അവൻ പോണ പുഷ് ചെയ്യാനാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴത്തേക്കും ഞാൻ നൈറ്റിയുടെ D5 കളിച്ചു ഗൈസ്. ഞാനപ്പോഴത്തേക്ക് എൻ്റെ പോണെല്ലാം പുഷ് ചെയ്ത് കളിക്കാൻ തുടങ്ങി ഗൈസ്. എൻ്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാസ്റ്റ് ആവുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ആ ടൈമിൽ. അപ്പോൾ ആ പുഷ് ചെയ്ത് എനിക്കൊരു ചെക്ക് തന്നു ഗൈസ്. അപ്പം ഞാൻ ആ ചെക്ക് അടിക്കുക തന്നെ ചെയ്ത്. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എൻ്റെ കുതിര എടുത്ത് ഇവിടെ വെച്ച് അവരുടെ ക്യൂവിന് അറ്റാക്ക് കൊടുത്തിട്ട് എനിക്ക് ബിഷപ്പിനെ അവിടെ കളിച്ച് അവരുടെ റൂക്കിനെ എടുക്കാമെന്നാണ് എൻ്റെ കളി. പക്ഷെ അവൻ ഭയങ്കര നൈറ്റിനെ അവിടെ കളിച്ചപ്പോൾ നൈറ്റിനെ G2 കളിച്ചപ്പോഴത്തേക്കും അവൻ ഭയങ്കര ബ്ലണ്ടർ കാണിച്ചു. ആദ്യം കളിക്കാനാണ് ഞാൻ ബിഷപ്പിനെ വെച്ച് കാണിക്കുന്നുണ്ട്. പക്ഷെ അവൻ ബ്ലണ്ടർ എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലണ്ടർ കളിച്ചു ഗൈസ്. കുറച്ച് സമയം എടുത്തെങ്കിലും അവൻ ബ്ലണ്ടർ കാണിച്ചു ഗൈസ്. എനിക്ക് അപ്പം തന്നെ അവൻ്റെ ക്യൂവിനെ അത് ഞാൻ സ്പോട്ട് ചെയ്ത് ബിഷപ്പിനെ F4 കളിച്ച് ഞാൻ. എന്നിട്ട് ക്യൂൻ ടേക്സ് നൈറ്റ് അവൻ എടുത്ത് ഞാൻ അപ്പോഴത്തേക്കും നൈറ്റ് ടേക്സ് ക്യൂവിനെടുത്ത് ഞാൻ ചെക്ക് കൊടുത്തു. അവൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും എനിക്ക് മേറ്റ് കണ്ടു ഗൈസ്. ഞാൻ അപ്പോഴത്തേക്കും ഞാൻ മേറ്റ് കണ്ടു ഗൈസ്. മേറ്റിൻ 2 ആണ് ഗൈസ്. എനിക്ക് മേറ്റിൻ 2 ഉണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ സ്പോട്ട് ചെയ്തു. ഞാൻ അതിനെ ചെക്ക് മേറ്റ് ആക്കി ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടെ ഇടപെടുക.